ഓഗസ്റ്റ് 4 തിരുസഭ മാതാവ് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ലോകത്തിലുള്ള എല്ലാ വൈദിക സഹോദരങ്ങൾക്കും നേരുകയാണ്. വൈദികരായ നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസമാണ് ഓഗസ്റ്റ് 4. വൈദികരുടെ മധ്യസ്ഥനായി തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും ആ ജീവിതം മാതൃകയാക്കാനും ആ ജീവിതത്തെ പിൻചൊല്ലാനും തിരുസഭ നമുക്ക് നൽകിയ ഒരു പുണ്യദിനമാണ് ഓഗസ്റ്റ് 4. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം നമുക്കറിയാം. ഒരു ദിവസം 18 മണിക്കൂർ വരെ ഈശോയ്ക്കും തിരുസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അത് കുമ്പസാരം എന്ന കുദാശയിലൂടെയാണ് ജനലക്ഷങ്ങളെ ഈശോയ്ക്ക് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടിയും വിശുദ്ധ ജോൺ മരിയ വിയാനി നേടിയെടുത്തത്. പ്രിയമുള്ള വൈദികരെ, എനിക്കും നിങ്ങൾക്കും തിരുസഭയും ദൈവവും ഫലമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ അനുദിന ശുശ്രൂഷയിലൂടെ അനേകം ആത്മാക്കളെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ജോൺ മരിയ വിയാനി ഈശോയ്ക്ക് സഭയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തതുപോലെ നേടിക്കൊടുക്കാനുള്ള വലിയൊരു അഭിഷേകം കിട്ടാൻ വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വചനം വായിക്കുമ്പോൾ ഈശോ എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്ന് അവിടെ പറയുന്നുണ്ട്. ഈശോ പറയുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തീർച്ചയായും ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത് അനേകം ആത്മാക്കളെ സഭയ്ക്കും ഈശോയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കാനാണ്. ഈ വലിയ ഉത്തരവാദിത്വം ഏറെ സന്തോഷത്തോടെയും ഏറെ പ്രത്യാശയോടെയും ചെയ്യുന്ന ഒരു വൈദികനായി ഞാൻ നിങ്ങൾ മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.